ഗൈസ്, നമ്മൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ടീമിനെ പറ്റി ഓരോ പൊസിഷൻ തിരിച്ചിട്ടും സംസാരിച്ച് കഴിഞ്ഞു. അപ്പം ഇനി നമുക്ക് പ്രധാനമായിട്ടും നോക്കേണ്ടത് അതായത് ഈ ടീമിൻ്റെ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്സസ് എന്തൊക്കെയാണ്, സോ എക്സ്പെക്റ്റേഷൻസ്, ഈ ഒരു ടീമിൻ്റെ പൊട്ടൻഷ്യൽ 11 എങ്ങനെ വരാം, അത് എൻ്റെ പെർസ്പെക്റ്റീവിൽ നിന്ന് പറയുന്ന ചില കാര്യങ്ങളാണ്. അപ്പം ഇതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യം നമുക്ക് ഈ ഒരു ടീമിൻ്റെ സ്ട്രെങ്ത് ഒന്ന് പരിശോധിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട സ്ട്രെങ്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലെഫ്റ്റ് വിങ്ങിലെയും അതുപോലെ തന്നെ സെൻറ്റർ ബാക്കിലെയും ഓപ്ഷൻസ് ആണ് എന്നുള്ളതാണ്. ഏറ്റവും കൂടുതൽ ഓപ്ഷൻസ് ഉള്ള ഒരു മേഖല തന്നെയാണ് ഇതെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇപ്പം ലെഫ്റ്റ് വിങ്ങിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം നോയാ സദോയെ പോലത്തെ ഒരു പ്ലെയറെ കൊണ്ടുവന്നു. അതിനോടൊപ്പം നമുക്കറിയാം ഐമനെ പോലത്തെ താരമുണ്ട്, അമ്മാവിയെ പോലത്തെ താരമുണ്ട്, ബ്രൈസിനെ പോലത്തെ, അങ്ങനത്തെ ഒരുപാട് ഓപ്ഷൻസ് അവിടെ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. നന്നായിട്ട് പെർഫോം ചെയ്യാൻ കഴിയുന്ന താരങ്ങൾ അവിടെ ഉണ്ട് എന്നുള്ളതാണ്. അതുപോലെ സെൻറ്റർ ബാക്ക് പൊസിഷനിലേക്ക് വരുന്ന സമയത്ത് മിലോസ് കൊയ്ഫ് എന്നീ 2 വിദേശ താരങ്ങളുണ്ട് എന്നുള്ളത് നമുക്കറിയാം. അതിനോടൊപ്പം ഇന്ത്യൻ സെൻറ്റർ ബാക്സ് എന്ന നിലയിൽ നമുക്കറിയാം പ്രീതം കോട്ടാലും ഹോമി പാമിനെയും പോലെ ഫസ്റ്റ് ചോയ്സിൽ ആയിട്ട് തന്നെ കളിപ്പിക്കാൻ കേപ്പബിൾ ആയിട്ടുള്ള 2 താരങ്ങളുണ്ട്. അതിനോടൊപ്പം ബിജോയ് ഇഞ്ചുറി കഴിഞ്ഞ് തിരിച്ചെത്തുന്നു, അവിടെ വെക്കാൻ പറ്റുന്ന ഒരു പ്ലെയറാണ്. പിന്നെ നമ്മളൊരു 3 men CB എന്ന ലൈനിലൊക്കെയാണ് കളിക്കുന്നതെങ്കിലും നമുക്ക് ചില ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ സന്ദീപിനെ അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെ കളിപ്പിക്കാം, അല്ലെങ്കിൽ ഐബാനെ ആ രീതിയിലാണ് കളിപ്പിക്കാം, സയീഫിനെ ആ രീതിയിലാണ് കളിപ്പിക്കുക. അപ്പം അങ്ങനത്തെ ഓപ്ഷൻസ് നമുക്ക് അവിടെ ഉണ്ട് എന്നുള്ളത് പറയാൻ സാധിക്കും. ഇനി അടുത്ത ഒരു സ്ട്രെങ്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കോച്ചിനെ ചേഞ്ച് ചെയ്തു, പുതിയൊരു കോച്ച് സ്റ്റാർ എന്ന് പറഞ്ഞ പുതിയൊരു കോച്ച് വരുന്നു. അങ്ങനത്തെ സാഹചര്യത്തിൽ നമ്മളൊരു വലിയ റീബിൽഡിങ് നടത്തിയില്ല, അല്ലെങ്കിൽ സ്ക്വാഡിൽ ഒരു വലിയ ഷഫ്ലിങ് നടത്തിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ 3 വിദേശ താരങ്ങളെ നിലനിർത്തി. ചില ഔട്ട് ഗോയിങ്സ് ഒക്കെ പോയിട്ടുണ്ടോ എന്നുള്ളത് സത്യമാണ്, ഇൻകമിങ്സ് വരാത്തതും സത്യമാണ്. പക്ഷേ വലിയ തരത്തിലുള്ള ഒരു ചേഞ്ച് ടീമിൽ വന്നിട്ടില്ല. ഏറെക്കുറെ പ്ലേയേഴ്സ് എല്ലാം തന്നെ കഴിഞ്ഞ സീസണിൽ കളിച്ചിട്ടുള്ളതാണ് എന്നുള്ളതാണ്. ഇനി ഇവരെ എങ്ങനെ കോച്ച് ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ ഉറ്റുനോക്കുന്നത്. ഈ വീക്ക്നെസ് ഓർ കൺസേൺ എന്ന ലെവലിൽ പറയുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞല്ലോ, ലെഫ്റ്റ് വിങ്ങിൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. പക്ഷേ നമ്മുടെ റൈറ്റ് വിങ് എന്ന് പറയുന്നത് നമുക്ക് പ്രോപ്പറായിട്ട് ഫോമിൽ കളിക്കുന്ന പ്ലേയേഴ്സിൻ്റെ ഒരു പ്രശ്നമുണ്ട്. ഇപ്പം രാഹുലും സൗരവുമാണ് അവിടെ കറക്റ്റ് റൈറ്റിൽ കളിക്കുന്ന പ്ലേയേഴ്സ് എന്ന് പറയാൻ പറ്റുന്നത്. അവർ എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് കഴിഞ്ഞ സീസൺ വെച്ച് നോക്കുവാണെങ്കിൽ കൺസേണിങ് ആണ്. അല്ലെങ്കിൽ ലെഫ്റ്റ് കളിക്കുന്ന പ്ലേയേഴ്സ് റൈറ്റിൽ വന്ന് അഡാപ്റ്റ് ആകുക എന്നുള്ള കാര്യമാണുള്ളത്. അപ്പം അവിടെ പറഞ്ഞ പോലെ ഒരു കൺസേൺ ഉണ്ടാക്കുന്നൊരു ഫാക്ടർ തന്നെയാണെന്ന് പറയാം. അതിനോടൊപ്പം തന്നെയാണ് നമുക്ക് ഇപ്പം റൈറ്റ് ബാക്ക് പൊസിഷൻ്റെ ഒരു കാര്യം എടുത്തു കഴിഞ്ഞാലും പറയാം. പക്ഷേ അവിടെ ആണെങ്കിൽ നമുക്ക് ഒരുവിധമൊക്കെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. കാരണം ഹോമിപ്പം റൈറ്റ് ബാക്ക് കളിക്കുമ്പോൾ അത്യാവശ്യം നന്നായിട്ട് കളിച്ച് കണ്ടിട്ടുണ്ട്. ഇപ്പം സന്ദീപ് അവിടെ ഓപ്ഷനുണ്ട്, മറ്റൊരു ഓപ്ഷനായിട്ട് പ്രവീറുണ്ട്. അപ്പം അതും കഴിഞ്ഞ് ഹോമിപ്പം വന്നാലും മാനേജ് ചെയ്യാൻ പറ്റും. പിന്നെ അതുമല്ലെങ്കിൽ ഐബാൻ ഒരു റൈറ്റ് ഫൂട്ടഡ് ആയിട്ടുള്ള വിങ് ബാക്കാണ്. ലെഫ്റ്റ് ബാക്ക് ആണെങ്കിലും അദ്ദേഹത്തെ അങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ള സാഹചര്യമാണ്. പക്ഷേ റൈറ്റ് വിങ്ങിൽ അതൊരു കൺസേൺ ആയിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ്. ഇനി നമ്മുടെ ഡിഫൻസീവ് മിഡ്ഫീൽഡ് പൊസിഷൻ നോക്കുമ്പോൾ ജീക്സൺ പോയി നമുക്കിനി പ്രോപ്പറായിട്ട് ആ ഒരു DM കളിക്കാൻ പറ്റുന്ന പ്ലെയർ എന്ന ലെവലിൽ പറയാൻ പറ്റുന്നത് ഫ്രെഡി മാത്രമാണ്. സോ അസർ ആണെങ്കിലും ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹം കുറച്ചും കൂടി ഒരു ക്രിയേറ്റീവ് ആസ്പെക്റ്റുള്ള പ്ലെയറാണ്. ഒരു ഡിസ്ട്രക്ടർ റോളിലേക്ക് ഈ സീസണിൽ അത് എങ്ങനെ വരുമെന്നുള്ളത് നോക്കി കാണും. അപ്പം പലർക്കും ഇതുണ്ടാകും, ഇപ്പോൾ കൊയ്ഫിനെ DM ആയിട്ടൊക്കെ ഇനി കളിപ്പിച്ചേക്കാമല്ലോ, അദ്ദേഹത്തെ പ്രീ സീസണിലൊക്കെ അങ്ങനെ കളിപ്പിച്ചല്ലോ എന്നുള്ള സാഹചര്യം. പക്ഷേ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മിലോസിനെ CB ആയിട്ട് അവിടെ ഫോറിൻ CB എന്ന ലെവലിൽ കളിക്കുന്നു. അതിനോടൊപ്പം തന്നെ നമ്മൾ കൊയ്ഫിനെ DM കളിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ അറ്റാക്കിങ്ങിൽ ഫോറിനേഴ്സ് എന്ന നിലയിൽ ആരൊക്കെ കളിക്കും? 4 പ്ലേയേഴ്സ് അവിടെ ഉണ്ട്. അവിടെ 2 പ്ലേയേഴ്സിനെ നമ്മൾ ബെഞ്ച് ചെയ്യേണ്ട അവസ്ഥയൊക്കെ വരും. അങ്ങനത്തെ ഒരു സാഹചര്യത്തിലേക്കൊക്കെ പോകും. ചിലപ്പോൾ ആദ്യത്തെ മത്സരത്തിലേക്ക് പോയേക്കാം, കാരണം യെസൂസൊക്കെ വന്നൊരു സാഹചര്യം ഉള്ളതുകൊണ്ട്. അപ്പം അത് തീർച്ചയായിട്ടും ഒരു കൺസേണിങ് ആണ്. അവരെങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നുള്ളതൊരു കൺസേണിങ് ആയിട്ടുള്ള ഫാക്ടറാണ്. ഇനി അടുത്തത് ഈ പറഞ്ഞ പോലെ തന്നെ സെൻട്രൽ ഫോർവേഡിലെ ഓപ്ഷൻസ് എന്ന നിലയിലേക്ക് വരുമ്പോഴത്തേക്കും ഇപ്പം ഹെസൂസ് അദ്ദേഹം ഒരു പ്യുവർ സെൻട്രൽ ഫോർവേഡ് ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെ. പക്ഷേ അദ്ദേഹം കളിച്ച ക്ലബിലൊക്കെ എപ്പോഴും അദ്ദേഹം ഒരു 2 men CBയിൽ ഇപ്പം ലൈക്ക് അൽവാറോ നമുക്കറിയാം, 2 സെൻട്രൽ ഫോർവേഡ് CB അല്ല സെൻട്രൽ ഫോർവേഡായിട്ട് കളിക്കുമ്പോഴത്തേക്കും നന്നായിട്ട് കളിക്കുന്ന പ്ലെയറാണ്. പക്ഷേ എലോൺ CF ആയിട്ട് വരുമ്പോഴത്തേക്കും അത് എങ്ങനെ വരും എന്നുള്ളത് നമുക്ക് നോക്കി കാണാം. അപ്പോൾ ഡിയാസും ദീമിയൊക്കെ ആ ഒരു എലോണിലാണെങ്കിലും അല്ലെങ്കിലും കളിക്കുന്ന പ്ലെയറാണ്. ഇപ്പം പെപ്പർ മറ്റൊരു ഓപ്ഷനാണ്, അദ്ദേഹം ഒരു സപ്പോർട്ടിങ് സ്ട്രൈക്കറായിട്ട് കളിക്കുന്ന ഒരു പ്ലെയറാണ്. അപ്പം അങ്ങനെ ഒരു കൺസേണിങ് ഫാക്ടർ അവിടെ ഉണ്ട്. പിന്നെ ഹെസൂസ് അവസാന നിമിഷമാണ് എത്തിയത്. അദ്ദേഹം ആകപ്പാട് ഒരു പ്രീ സീസൺ മാച്ചോ മറ്റോ കളിച്ചിട്ടുള്ളത്. അപ്പം ടീമിലേക്ക് അഡാപ്റ്റ് ആകാൻ എത്ര ടൈം എടുക്കും എന്നൊക്കെ ഉള്ളത് ഒരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുന്നു. ഇനി നമ്മളുടെ ഒരു പൊട്ടൻഷ്യൽ 11 എങ്ങനെയാണെന്നൊന്ന് നോക്കാം. സോ ഇത് കോച്ചിങ്ങിന് ഉപയോഗിക്കുമെന്നുള്ളതല്ല ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. നമ്മളുടെ ഒരു സ്ക്വാഡിൻ്റെ ലിമിറ്റേഷൻസും ഈ പറഞ്ഞ പോലെ ഒരു സ്റ്റെബിലിറ്റി പ്രശ്നങ്ങളൊക്കെ പരിഗണിക്കുമ്പം ഏതായിരിക്കും എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് ആണ് കേട്ടോ. ഞാനിത് ഓൺലൈൻ കോച്ചാകാൻ അങ്ങനെ ഒരു തരത്തിലൊന്നും പറയല്ല. സോ ഐ തിങ്ക് ഒരു 3-5-2 ഫോർമേഷൻ, അതായത് 3 CBസിനെ വെച്ചിട്ടുള്ള ഒരു രീതിയായിരിക്കും നമുക്ക് കുറച്ചും കൂടി നമ്മുടെ സ്ക്വാഡിൻ്റെ ഒരു സ്റ്റേബിൾ ആക്കുന്ന തരത്തിൽ തോന്നുന്നത് എന്നുള്ളതാണ്. അത് നമ്മൾ ഡുറൻ കപ്പിലെ ഒരു മാച്ചിലെ അവസാനത്തെ കുറച്ച് മിനിറ്റ്സ് കളിക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ കോച്ച് ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള കോച്ചാണ്. ഒരു ഫോർമേഷന് മാത്രം സ്റ്റിക്ക് ചെയ്യുന്ന കോച്ചല്ല. ഇങ്ങനത്തെ 3 CB വെച്ച് കളിക്കാനും 2 CB വെച്ച് കളിക്കാനും അങ്ങനത്തെ ഒരു ഫ്ലെക്സിബിലിറ്റി ഒരു മാച്ചിൽ തന്നെ അദ്ദേഹം നടത്തുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം
ആ ഒരു സാഹചര്യത്തിലേക്ക് വരുമ്പോഴത്തേക്കും ഗോൾ കീപ്പർ എന്ന നിലയിൽ സച്ചിൻ സുരേഷ്, സോ നമുക്കൊരു ഓപ്ഷൻ എന്ന നിലയിൽ സോംകുമാറും അവിടെ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് എന്നുള്ളത് ആ ഒരു ഡെപ്ത് കൂട്ടുന്നൊരു കാര്യം തന്നെയാണ്. ഇനി നമുക്ക് സെൻറ്റർ ബാക്സിലേക്ക് വരുമ്പോഴത്തേക്ക് ഒരു റൈറ്റ് സെൻറ്റർ ബാക്ക് എന്ന നിലയിൽ പ്രീതം കോട്ടാലിനെ കളിപ്പിക്കാം. പ്രീതം ഒരു 3-man CBയിലാണ് കുറച്ചും കൂടി കംഫർട്ടബിൾ, അങ്ങനെ നമ്മൾ കണ്ടിട്ടുള്ളതുമാണ് മോഹൻ ബഗാനിലേക്ക് കളിക്കുമ്പോൾ. പിന്നെ ഒരു ഓപ്ഷൻ എന്ന നിലയിൽ വേണേൽ സന്ദീപ് സിംഗും ഈ 3-man CBയിൽ CB ആയിട്ട് കളിക്കാൻ പറ്റുന്ന പ്ലെയറാണ്. അതുപോലെ ഫോറിൻ CBs എന്ന നിലയിൽ മിലോസും കോയിഫും ഉണ്ട്. അതുപോലെ ഒരു ലെഫ്റ്റ് സൈഡഡ് CB എന്ന നിലയിൽ ഹോമിപ്പാൻ കളിക്കാം. അതല്ലെങ്കിൽ നമുക്ക് ഐബാൻ ഒരു ഓപ്ഷനായിട്ട് നോക്കാം, കാരണം അദ്ദേഹം ആ ഒരു CB റോളിൽ കളിക്കാൻ പറ്റും, 3-man CB റോളിൽ കളിക്കാൻ പറ്റുന്ന പ്ലെയറാണ്. പിന്നെ CBയിൽ മറ്റൊരു ഓപ്ഷൻ എന്ന നിലയിൽ നമുക്ക് ബിജോയിയെ പറയാം. ഇനി നമുക്ക് റൈറ്റ് വിങ് ബാക്ക് എന്ന് പറയുന്ന റോളിലേക്ക് വരുമ്പോഴത്തേക്കും രാഹുൽ KP ഓർ പ്രബീർ ദാസ്, ഇതിൽ നമുക്ക് ഏതെങ്കിലും ഒരു പ്ലേയേഴ്സിനെ യൂട്ടിലൈസ് ചെയ്യാം. അതിനിപ്പം ഡിഫൻസീവ് ആസ്പെക്റ്റിലേക്കാണ് നോക്കുന്നത്, നമുക്ക് സന്ദീപിനെ വേണമെങ്കിൽ നമുക്ക് അവിടെ യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ സൗരവ് ഓപ്ഷൻ ഉണ്ട്, അമ്മാവിയെ വേണമെങ്കിൽ ഒരു ഓപ്ഷനായിട്ട് പറയാം. അതുപോലെ ലെഫ്റ്റിലേക്ക് വരുന്നൊരു സമയത്ത് നമുക്ക് ഓപ്ഷൻസ് എന്ന നിലയിലേക്ക് നോക്കുമ്പം ഐമാനും അതുപോലെ തന്നെ നവോച്ചയുടെയും പേരുകൾ പറയാം. സോ അതല്ലെങ്കിൽ വേണേൽ ഐബാനെയും കളിപ്പിക്കാം. പിന്നെ നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പം റൈസിനെ നമുക്ക് അവിടെ ഒരു രീതിയിൽ കളിക്കാൻ പറ്റുന്ന ഒരു പ്ലെയറാണ്, അല്ലെങ്കിൽ അമ്മാവിയെ നമുക്ക് അവിടെ യൂസ് ചെയ്യാൻ പറ്റുന്ന പ്ലെയറാണ്. സോ സഹീഫിനെ വേണമെങ്കിൽ ആ ഒരു അറ്റാക്കിംഗ് ഇൻറ്റൻ്റ് ഉള്ള ഒരു വിങ് ബാക്കാണ്, ആ തരത്തിലേക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. ഇനി ഡിഫൻസീവ് മിഡ്ഫീൽഡ് പാർട്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രെഡി ആൻഡ് അസർ എന്നിവരാണ് പറയാൻ പറ്റുന്നത്. ഇവർക്ക് രണ്ടുപേരും കളിക്കാൻ പറ്റുന്നില്ല, വിദേശിയാണ് യൂട്ടിലൈസ് ചെയ്യുന്നത്, ഈ കോയിഫിനെ അവിടെ യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ സെൻട്രൽ മിഡ് എന്ന് പറയുന്ന റോളിലേക്ക് വരുമ്പോഴത്തേക്ക് വിപിൻ മോഹനുണ്ട്. അതിനോടൊപ്പം നമുക്ക് ഡാനിഷിനെ യൂസ് ചെയ്യാം. അതിലെ അസറിനെ വേണമെങ്കിൽ നമുക്ക് സെൻട്രൽ മിഡിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു താരമാണ് എന്നുള്ളത് നമുക്കറിയാമല്ലോ. പിന്നെ നമുക്ക് ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡ് പാർട്ടിലേക്ക് വരുമ്പോൾ ലൂണ, ആ ഒരു ഫ്രീ റോളിൽ അദ്ദേഹത്തിന് ഏറ്റവും നന്നായിട്ട് കളിക്കാൻ പറ്റുന്ന റോൾ അതാണ്. ആ ഒരു അവിടെ അദ്ദേഹത്തിന് കുറച്ചും കൂടി എന്താ പറയുക, ലിമിറ്റേഷൻസ് ഒന്നും ഇല്ലാണ്ട് അദ്ദേഹത്തെ എങ്ങും ഒരു തളച്ചിട്ട് കഴിഞ്ഞാലാണ് പ്രശ്നം. അതായത് ഫ്രീ റോൾ കളിച്ച് എപ്പോഴും നന്നായിട്ട് കളിക്കാൻ പറ്റും. അതല്ലെങ്കിൽ ഒരു ഓപ്ഷനായിട്ട് ഹിംബ ഉണ്ട്, അല്ലെങ്കിൽ പിന്നെ ഡാനിഷിനെ കളിപ്പിക്കാം, അല്ലെങ്കിൽ ഐമാൻ അവൈലബിൾ ആണെങ്കിൽ അദ്ദേഹം ആ ഒരു AM റോളിൽ കളിക്കാൻ പറ്റുന്ന ഒരു പ്ലെയർ ആണെന്നുള്ളത് നമുക്കറിയാം. ഇനി സെൻട്രൽ ഫോർവേഡ്സിലേക്ക് വരുമ്പോഴത്തേക്കും ഈ ഒരു സിസ്റ്റം ആണെങ്കിൽ നോവയെ നമുക്ക് സെൻട്രൽ ഫോർവേഡിലായിരിക്കും കളിപ്പിക്കാൻ കഴിയുക. നമുക്ക് അങ്ങനെ അദ്ദേഹത്തെ ഒരു സെൻട്രൽ ഫോർവേഡ് അതാകുമ്പോൾ അദ്ദേഹത്തിന് ഇപ്പം ഒരു സപ്പോർട്ടിങ് സെൻട്രൽ ഫോർവേഡും കൊണ്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ഫ്രീ ആയിട്ട് കളിക്കാനും പറ്റും. മറ്റൊരു പ്ലെയർ എന്ന നിലയിൽ നമുക്ക് പെപ്പറെ പറയാം. അതുപോലെ മറ്റൊരു സെൻട്രൽ ഫോർവേഡ് എന്ന നിലയിൽ ഹെസൂസ് ആൻഡ് മറ്റ് ഓപ്ഷൻ എന്ന നിലയിൽ ഇഷാൻ പണ്ഡിതയുടെ പേരും നമുക്ക് പറയാവുന്നതാണ്. സോ ഈ പറഞ്ഞല്ലോ, ഞാനിത് കോച്ച് ഇങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നു, അല്ലെങ്കിൽ അടുത്ത മാച്ചിൽ പഞ്ചാബിനെതിരെയുള്ള മാച്ചിലേക്ക് ഇങ്ങനെ കളിക്കുമെന്നല്ല പറഞ്ഞത്. നമ്മുടെ ഒരു സ്കോഡ് വെച്ചിട്ട് കുറച്ചും കൂടി നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു രീതിയിൽ കളിക്കാൻ പറ്റുന്നത് ഈ പറഞ്ഞ പോലെ 3-man CB ആണ്. കാരണം നമ്മുടെ ഡിഫൻസിലെ ഡെപ്തും അല്ലെങ്കിൽ അങ്ങനെ കളിക്കാൻ പറ്റുന്ന വിങ് ബാക്സിൻ്റെ അവൈലബിലിറ്റിയും നമുക്ക് ഫോർവേഡ്സിലെ പ്രശ്നങ്ങളൊക്കെ മാറ്റാൻ ഒരു തരത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ ഡിഫൻസീവ് മിഡിലെ പ്രശ്നങ്ങൾ മാറ്റാൻ, കാരണം 3-man CB വെച്ച് കളിക്കുമ്പം ആ എലോൺ DM ആണ് കളിക്കുന്നതെങ്കിലും ആ ഒരു പ്രശ്നങ്ങളൊക്കെ മാറ്റാനായിട്ട് കഴിയും. അപ്പം എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ എന്ന നിലയിലാണ് ഞാൻ ആ കാര്യം പറഞ്ഞത്. ഇനി KBFCയുടെ ഒരു എക്സ്പെക്റ്റേഷൻ എന്താണ് ഈ സീസണിലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തീർച്ചയായിട്ടും നമ്മൾ 2 ആഴ്ചകൾക്ക് മുമ്പ് നമ്മുടെ ചാനലിലൂടെ ശക്തമായിട്ടുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു. അത് ക്ലബിനോടുള്ള വിമർശനമല്ല എന്നുള്ളത് നമ്മൾ പറഞ്ഞാണ്. നമ്മുടെ മാനേജ്മെൻറ്റ് സൈഡ് അല്ലെങ്കിൽ നമ്മുടെ SD സൈഡിൽ നിന്ന് നമ്മൾ സൈനിങ്സ് വേണ്ട പൊസിഷൻ, ഇപ്പോൾ DM പൊസിഷനിലോ അല്ലെങ്കിൽ നമ്മുടെ വിങ് ബാക്കിലോ ഓപ്ഷൻസോ നല്ല വിങ്ങറോ ഇത് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നത്. ഇനി അതിനൊരു വിമർശനത്തിൻ്റെ ആവശ്യമില്ല. കാരണം ഇനി എല്ലാം നമ്മൾ എന്താ പറയുക, നമ്മൾ ഹോപ്പ് വെക്കേണ്ടത് നമ്മുടെ കോച്ചിലും നമ്മുടെ പ്ലെയേഴ്സിലും ഒക്കെയാണ്. അപ്പം അതിൽ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഹോപ്പ് ഫോർ ദി ബെസ്റ്റ് എന്ന നിലയിൽ തന്നെയാണ് ചിന്തിക്കേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ നമുക്ക് നമ്മുടെ സ്കോഡ് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാമെന്നുള്ള എൻ്റെ പെർസ്പെക്റ്റീവിൽ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമ്മൾ എവിടെ ഫിനിഷ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ മറ്റുള്ള ടീമുകളുടെ കാര്യം പറയുമ്പോഴത്തേക്കും ഇവിടെ ഫിനിഷ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്, ഇവിടെ ഫിനിഷ് ചെയ്യും എന്നൊക്കെയുള്ള രീതി പറയുന്നു. പക്ഷേ KBFCയുടെ ഒരു കാര്യം വരുമ്പോൾ നമ്മൾ ട്രോഫി വിൻ ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ പ്ലേ ഓഫ് കളിക്കും എന്നൊക്കെയുള്ള എപ്പോഴും പ്രതീക്ഷയാണ് വെക്കുന്നത്. എങ്കിലും ഞാൻ എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും മോഹൻ ബഗാൻ, മുംബൈ സിറ്റി FC, ഗോവ, ഒഡീഷ FC, BFC, ഈസ്റ്റ് ബംഗാൾ, നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ്, ഇങ്ങനെ ടീമുകളൊക്കെ, ചെന്നൈയിൻ FC ഒക്കെ ഉള്ള ടീമുകളൊക്കെ ശക്തമായിട്ടുള്ളൊരു ടീമിനെ തന്നെ ബിൽഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇവരൊരു അണ്ടർ പെർഫോമൻസ് ഒരു 2-3 ടീം നടത്തിയാൽ നമുക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കും. അതായത് നമുക്ക് ചില പ്ലേയേഴ്സൊക്കെ ഔട്ട് ഓഫ് പൊസിഷനിലാണ് കളിക്കുന്നത്, അവർ ആ പൊസിഷനിൽ നന്നായിട്ട് തിളങ്ങുകയും നമുക്ക് ഇഞ്ചറി കൺസേൺസ് ഒന്നും ഇല്ലാതെ ഒരു നല്ല രീതിയിൽ ഈ പ്ലേയേഴ്സ് എല്ലാം സീസൺ ഉടനീളം കളിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് മുന്നോട്ടുള്ള സാധ്യതകളും പ്ലേ ഓഫ് കളിക്കാനുള്ള സാധ്യതകളും ഒക്കെ കാണുന്നു എന്നുള്ളതാണ്. സോ അങ്ങനെയൊക്കെ സംഭവിക്കട്ടെ, പ്ലേ ഓഫ് കളിക്കട്ടെ, ഫസ്റ്റ് ട്രോഫി ഈ സീസൺ വിൻ ചെയ്യാൻ കഴിയട്ടെ എന്നൊക്കെയുള്ള ആഗ്രഹങ്ങൾ തന്നെയാണ് ആസ് എ KBFC ഫാൻ എന്ന നിലയിലുള്ളത്. സോ എന്താണ് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്നുള്ളതെന്ന് തീർച്ചയായിട്ടും കമ്പോസ് ചെയ്യാൻ പറ്റുമോ കാണിക്കാൻ സനിയ.